കാലടി സംസ്കൃത സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ശമ്പളവും പെൻഷനും മുടങ്ങി സർവകലാശാലയിൽ അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധത്തിലാണ്. തുടർ നടപടികൾക്ക് വേഗം പോരെന്ന് സർവകലാശാല സ്റ്റാഫ് അസോസിയേഷൻ ആരോപിക്കുന്നു. വിഷയത്തിൽ ഇടപെടുമെന്ന് വിസി ഡോക്ടർ സിസ തോമസും പ്രതികരിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സർവകലാശാലയിലെ സ്റ്റാഫ് യൂണിയൻ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനൊരു പ്രതിസന്ധി? എപ്പം മുതലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്ത് തുടങ്ങി? നമ്മുടെ സർവകലാശാല ശരിക്കും സർക്കാരിൻ്റെ മാത്രം ഗ്രാൻഡ് കൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ നോൺ പ്ലാൻ ഇനത്തിൽ നമുക്ക് ശരിക്കും ഓരോ മാസവും ശമ്പളവും പെൻഷനും കിട്ടേണ്ടതെന്ന് വെച്ചാൽ 6.5 കോടി രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞ മാസം ഇപ്പോൾ നേരത്തെ ഉള്ള മാസങ്ങളിലെന്ന് വെച്ചാൽ 1-ാം തീയതി തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ വർക്കിംഗ് ഡേ തന്നെ കിട്ടുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഈ കുറേ ഒരു 6-7 മാസങ്ങളായിട്ട് ഇപ്പോൾ 1-ാം തീയതി കിട്ടില്ല. എന്നാലും ഒരു 2, 3, 4 മാക്സിമം 4 ദിവസം മാത്രമേ ഇങ്ങനെ താമസിച്ചുള്ളൂ. പക്ഷേ ഇപ്പോഴാണെന്ന് വെച്ചാൽ ഇന്ന് തീയതി 7-ആം തീയതി ആയിട്ട് പോലും ഇന്ന് 6-ാം തീയതിയായി. ഈ 6-ാം തീയതി ആയിട്ട് പോലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആർക്കും തന്നെ സാലറിയും പെൻഷനും ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ അതിൽ മുഖ്യ ഘടകമെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത് 2021 മുതലുള്ള ഈ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്? കാര്യങ്ങൾ നേരത്തെ മേൽഘടകങ്ങളെ അറിയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അധികാരികളെല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല. അതുമാത്രമല്ല, ഒരു ലൈസൻസ് ഓഫീസർ എന്ന പേരിൽ ഒരാളെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയായിട്ട് നിയമിച്ചിട്ടുണ്ട്. മാസം ശമ്പളം കൊടുക്കും. പുള്ളി ഇതെല്ലാം ചെയ്യണമെന്നാണ് സർവകലാശാലയുടെ ഉത്തരവ് പ്രകാരമുള്ള കാര്യങ്ങൾ. പക്ഷേ അത് വെറുതെ ശമ്പളം കൂടെ നിർത്തുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിലിപ്പോൾ ഈ അധ്യാപകർക്ക് മാത്രമാണോ അതോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്തത് ഉണ്ടോ? അധ്യാപകർക്ക് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിലെ എല്ലാവിധ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുന്നില്ല. ഈ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിഷയത്തിൽ ഇടപെടും. പുതിയ വിസി ഡോക്ടർ സിസ തോമസ് ചാർജ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഒരു പ്രതീക്ഷയുണ്ടോ? നമ്മൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണകക്ഷികളായിട്ടുള്ള ഇവിടുത്തെ സംഘടനകൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത് നമ്മുടെ സാലറിയും പെൻഷനും മാത്രം ബാധിക്കണമല്ല. 2024 മുതൽ ഇവിടുന്ന് റിട്ടയർ ചെയ്ത ഈ പെൻഷൻകാർക്ക് അവിടെ കുടിശ്ശികകൾ പോലും കൊടുത്തില്ല. അത് ഏകദേശം അത് മാത്രം ഒരു 13 കോടിയോളം രൂപയുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു മാസത്തിൽ കിട്ടുന്ന പരമാവധി തുകയെന്ന് വെച്ചാൽ അനുവദിച്ചിട്ടുള്ളത് 6.5 കോടി രൂപയാണ്. അപ്പോൾ ഈ 6.5 കോടി രൂപയിൽ 95% ഓഫ് ടോട്ടൽ എമൗണ്ട് ഇത് പെൻഷനും സാലറിക്കും വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് കുറച്ച് കരുതൽ വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പെൻഷൻകാരുടെ കുടിശ്ശികകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 13 കോടിയൊക്കെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് എന്തെങ്കിലും സ്പെഷ്യൽ ഫണ്ട് ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു 12 കോടി രൂപ ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അനുവദിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഈ നോൺ പ്ലാൻ ഫണ്ട് എന്നുള്ള ഒരു 13 കോടിയുടെ ബാലൻസ് ആയിട്ടുള്ള അതിൽ ഒരു 12 കോടി മാത്രമാണ് അനുവദിച്ചത്. അതും ഇപ്പോൾ പേപ്പറിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സാലറിക്കുള്ള സാധാരണ ഒരു എമൗണ്ടും ആയിട്ടില്ല. അപ്പോൾ ആസൂത്രണത്തിൻ്റെ കുറവാണോ അത് ശരിക്കും? ആസൂത്രണത്തിൻ്റെ കുറവെന്ന് അങ്ങനെ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ ഇന്ന് 6-ാം തീയതിയായി. ഇന്ന് നമ്മുടെ സാലറിയുടെ ഈ പൊസിഷൻ നോക്കിയപ്പോൾ വെയ്സ് ആൻഡ് മീൻസിൽ ക്ലിയറൻസിന് കിടക്കുകയാണ്. ഈസ് അണ്ടർ പ്രോസസ്സിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രാറേയും എഫ്ഒയും കണ്ടിരുന്നു. അപ്പോൾ അവർ പരമാവധി ഇവിടെ ഫോണിൽ ബന്ധപ്പെടുന്നതേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എത്ര കണ്ട് സക്സസ് ആവും ഇന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പല ജീവനക്കാരുടെ ഇപ്പോൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ PTS മുതൽ JR വരെയുള്ളവർ അതുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും അതായത് മെജോറിറ്റി അവർക്കെല്ലാവർക്കും EMI കളുണ്ട്, ലോണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സാലറി മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായും എന്തായാലും വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഇടപെടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്ത് ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. കാലടിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.